ഹലോ അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി വെച്ചിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. വളരെ സിമ്പിളാണ്. വെറും 1 മണിക്കൂർ മാത്രം മാവൊക്കെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ക്രിസ്മസൊക്കെ ആണല്ലോ വരുന്നത്. അപ്പോൾ ക്രിസ്മസിനൊക്കെ എല്ലാവരും വട്ടയപ്പമൊക്കെ തയ്യാറാക്കും. അപ്പോൾ വട്ടയപ്പം റെഡിയാക്കാൻ അറിയാത്തവരൊക്കെ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു വട്ടയപ്പം നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഒരുപാട് സമയം എടുക്കൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം വലിയൊരു മിക്സിയുടെ ജാറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ഗ്ലാസ് ചൂടുവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എല്ലാം ഈ ഒരു ഗ്ലാസിൻ്റെ അളവിനാണ് എടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കപ്പ് ഉണ്ടെങ്കിൽ അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരുപാട് ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇളം ചൂടുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏത് അരിപ്പൊടിയാണെങ്കിലും കുഴപ്പമില്ല. നമ്മൾ സാധാരണ രീതിയിൽ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടി ഉണ്ടല്ലോ, അത് വേണം കേട്ടോ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കാനായിട്ട് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുള്ള അതേ ഗ്ലാസ്സിന് തന്നെ 1 ഗ്ലാസ് തേങ്ങ ചിരവിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ഗ്ലാസ് ചോറാണ്. ഈ ഒരു ചോറിന് പകരം നിങ്ങളുടെ കയ്യിൽ വെള്ള അവിലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും കുഴപ്പമില്ല കേട്ടോ. കുറച്ച് എടുത്തിട്ട് കുതിർത്തിട്ട് ഒരു 1/2 ഗ്ലാസ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. 1 സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. അതായത് അടിയിൽ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താണ്. അപ്പോൾ എല്ലാം കൂടി നല്ലൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതാ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഈസ്റ്റാണ്. ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഈസ്റ്റാണ് ഇതിൽ ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 1 ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈസ്റ്റൊക്കെ എടുക്കുമ്പോൾ ഫ്രഷ് ആയിട്ടുള്ളതിനെ എടുക്കുക. പഴകിയ ഈസ്റ്റൊക്കെ ആണെങ്കിൽ വട്ടയപ്പം തയ്യാറാക്കി വരുമ്പോൾ അത്ര സോഫ്റ്റ് ആയിട്ട് കിട്ടില്ല. അതുപോലെ തന്നെ ഏകദേശം ഒരു 1/2 കപ്പിൻ്റെ അടുത്ത് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മധുരത്തോടുള്ള വട്ടയപ്പമാണ് ഞാൻ തയ്യാറാക്കുന്നത്. മധുരം കുറച്ച് വേണമെങ്കിൽ ഇത്ര തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട. കറി കൂട്ടിയിട്ട് കഴിക്കാനാണ് നമ്മൾ ഈ ഒരു വട്ടയപ്പം തയ്യാറാക്കുന്നത് എങ്കിൽ ഇത്രത്തോളം മധുരം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാനിവിടെ വെറുതെ സ്നാക്കായിട്ട് കഴിക്കാനാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മധുരം ഉണ്ടാവും. അപ്പോൾ നമ്മൾ നേരത്തെ 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പോരാട്ടോ അരച്ചെടുക്കാൻ. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒഴിച്ചു കൊടുത്ത വെള്ളം ഇളം ചൂടുവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈസ്റ്റ് ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കണം. അപ്പോഴേ ഇത് നല്ല പോലെ ഒന്ന് ആക്റ്റീവായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ അത് നല്ലപോലെ അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. തേങ്ങയൊക്കെ നല്ലപോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് ഇത് കിട്ടേണ്ടത്. നമ്മൾ എത്രത്തോളം പൊടി എടുക്കുന്നുണ്ട് അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഓരോരോ പൊടിക്കും വെള്ളത്തിൻ്റെ അളവ് മാറ്റം വരും. അപ്പോൾ എന്തായാലും ദോശമാവിൻ്റെ ആ ഒരു പരുവത്തിലാക്കിയെടുക്കാം. ഇപ്പോൾ അതാ ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഏലക്കയാണ് ചേർത്ത് കൊടുക്കുന്നത് വെച്ചെങ്കിൽ നമ്മൾ നേരത്തെ അരിപ്പൊടിയും തേങ്ങയൊക്കെ അരച്ചപ്പോൾ അതിൽ ചേർത്ത് കൊടുത്തിട്ട് അരച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണിൻ്റെ താഴെയായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഏലക്കപ്പൊടി ഉപ്പും പാടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആ ഒരു ഉപ്പും ഏലക്കപ്പൊടിയൊക്കെ എല്ലാ വശത്തും എത്തുന്ന രീതിയിൽ തന്നെ ഇതുപോലെ ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ അരിപ്പൊടി വെച്ചിട്ട് വട്ടയപ്പം തയ്യാറാക്കുകയാണെങ്കിൽ ഒരുപാട് സമയമൊന്നും എടുക്കില്ല, ഒരുപാട് മെനക്കേടില്ല, പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വട്ടയപ്പം ക്രിസ്മസിനൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു വിഭവമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാവരും തയ്യാറാക്കും. അപ്പോൾ അറിയാത്തവർക്കൊക്കെ ഇതേപോലെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ ഇതാ സ്പൂൺ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇത് അടച്ച് വെച്ചിട്ട് ഒരുപാട് സമയം റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. 1 അല്ലെങ്കിൽ 1.5 മണിക്കൂർ ആകുമ്പോഴേക്കും ഇത് പൊങ്ങി വരും. ഒരുപാട് ചൂടുള്ള കാലാവസ്ഥയൊക്കെ ആണെങ്കിൽ 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ മാവ് നല്ലപോലെ പൊങ്ങി വരും കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1.5 മണിക്കൂറോളം വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് 1.5 മണിക്കൂറോളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴാണ് എനിക്ക് നല്ലപോലെ പൊങ്ങി വന്നിട്ടുള്ളത്. നമ്മൾ ഒഴിച്ച് വെച്ച മാവിൻ്റെ ഡബിളായിട്ട് വരണം. അപ്പോഴാണ് നല്ലപോലെ പെർഫെക്റ്റായിട്ട് നമുക്ക് വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതാ 1.5 മണിക്കൂറൊക്കെ ആയപ്പോഴേക്കും മാവ് നല്ലപോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മാവിന് ഒരുപാട് പുളിയൊന്നും ഉണ്ടാവില്ല.
ഇനി ഇതുപോലെ തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ഇട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ബബിൾസ് ഒന്നും കൂടുതലായിട്ട് താഴ്ന്നു പോകരുതേ. അപ്പോൾ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ വട്ടയപ്പം റെഡിയാക്കി എടുക്കുന്ന ആ ഒരു പാത്രത്തിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കേക്ക് ഉണ്ടാക്കുന്ന ഈ ഒരു പാത്രമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെയൊക്കെ ചോറ് കഴിക്കണ പാത്രമൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതാണെങ്കിലും കുഴപ്പമില്ല. അതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ജസ്റ്റ് എല്ലാ വശത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതിന്ന് വിട്ട് കിട്ടും. ഞാനിവിടെ ഓയിൽ ഒഴിച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് ചേർത്തിട്ടും വേണമെങ്കിൽ ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ സൈഡ് വശത്തൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കണം. അപ്പോൾ ഓയിലൊക്കെ ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ഗ്ലാസ് പൊടി എടുത്തിട്ടാണ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. അതിൻ്റെ ഏകദേശം ഒരു പകുതിയോളാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാത്രത്തിൽ തയ്യാറാക്കുമ്പോൾ എനിക്ക് 2 എണ്ണം ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളതുണ്ട്. നമ്മൾ മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ എടുക്കുന്ന പാത്രത്തിൻ്റെ പകുതി വരെ മാത്രം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വട്ടയപ്പത്തിന് മാവ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് കുക്കായിട്ട് വരുമ്പോൾ കുറച്ച് പൊങ്ങി വരും. അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു പകുതിയോളാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതാ മാവൊക്കെ ഒഴിച്ചിട്ട് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ വേവിച്ചെടുക്കുന്നത് ഇഡ്ഡലി പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മാവൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു സമയം കൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിലിട്ടിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും നമ്മുടെ വട്ടയപ്പൊക്കെ അവിടെ റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തുറന്ന് നോക്കിയതിന് ശേഷം ജസ്റ്റ് ഇതുപോലെ ഒന്ന് തൊട്ട് നോക്കുക കേട്ടോ. കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ടെങ്കിൽ വീണ്ടും അടച്ചു വെക്കാം. എന്നിട്ട് ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയാൽ മതി. അപ്പോഴേക്കും കുക്കായിട്ടുണ്ടാവും. ഇതിപ്പോൾ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനിതവിടെ പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഒരു വട്ടയപ്പം തൊട്ട് നോക്കുമ്പോൾ തന്നെ അറിയാം നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്നതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു പാത്രത്തിൽ നിന്ന് മാറ്റുക കേട്ടോ. അപ്പോഴേ ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാനിവിടെ ഒരു സ്പൂൺ വെച്ചിട്ടാണ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ സൈഡ് വശം ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വിടിയിപ്പിച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കയ്യിലേക്ക് കമഴ്ത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വിട്ട് കിട്ടും. അപ്പോൾ അതാ വട്ടയപ്പം പാത്രത്തിൽ നിന്നൊക്കെ മാറ്റിയിട്ടുണ്ട്. ഈ ഒരു വട്ടയപ്പം തലേ ദിവസമൊക്കെ തയ്യാറാക്കിയതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ കഴിക്കുമ്പോഴൊക്കെയാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ സിമ്പിളായിട്ടാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ ഭംഗിക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയോ അണ്ടിപ്പരിപ്പോ എന്ത് വേണമെങ്കിലും വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. ഇതിപ്പോൾ പ്ലെയിൻ ആയിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അരിപ്പൊടി വെച്ചിട്ടൊക്കെ വട്ടയപ്പം തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കുക കേട്ടോ. അരിപ്പൊടിയും കുറച്ച് തേങ്ങയും കുറച്ച് ചോറും ഉണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വട്ടയപ്പമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്ത് നോക്കിയാൽ ഇതുപോലെ ആയി കിട്ടണം കേട്ടോ. നല്ല സ്പോഞ്ച് പോലെ ആയിട്ട് കിട്ടണം. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം എത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്ന്. അപ്പോൾ വട്ടയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഇതുവരെയും അരിപ്പൊടി വെച്ചിട്ട് ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒരു തവണയെങ്കിലും ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് കിട്ടും. ഇതേപോലെ ചെയ്ത് നോക്കിയാൽ മതി. അളവുകളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വട്ടയപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വട്ടയപ്പം റെസിപ്പി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.